നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഷെയ്ൻ നിഗം നായകനായിട്ടെത്തുന്ന ദൃഢം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം. ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരിക്കുന്നത് ജോമോൻ ജോണും ലിൻഡോ ദേവസിയും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഈ സിനിമയുടെ സിനോട്ടോഗ്രാഫി PM ഉണ്ണികൃഷ്ണനാണ് സിനോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. PM ഉണ്ണികൃഷ്ണൻ. സിനിമയ്ക്ക് ശ്രീരാഗ് സജിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തോടൊപ്പം വിജയ് രാധാകൃഷ്ണൻ, SI വിജയ് രാധാകൃഷ്ണനായിട്ടാണ് ഷെയ്ൻ നിഗം അഭിനയിക്കുന്നത്. ദിനേശ് പണിക്കർ, സാനിയ ഫാത്തിമ, CPO വിദ്യ ജയചന്ദ്രനായിട്ട് അഭിനയിക്കുന്നുണ്ട്. മാത്യു വർഗീസ്, DYSP അലക്സ് ജേക്കബ് ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണേട്ടനായിട്ട് കൃഷ്ണൻ കുറുപ്പ് ആയിട്ട് വരുന്നത് ശോഭി തിലകനാണ്. ബാലൻ നായർ, കോട്ടയം രമേശാണ് ബാലൻ നായർ. രമ്യ സുരേന്ദ്രനായിട്ട് വരുന്നത് കൃഷ്ണപ്രിയയാണ് രമ്യ സുരേന്ദ്രനാകുന്നത്. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം. SI സെലക്ഷൻ ലഭിച്ച് SI ആയിട്ട് ചാർജ് എടുക്കാനെത്തുന്ന വിജയ് രാധാകൃഷ്ണനിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവനും അമ്മയും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ശരിയാണ്, ശാന്തമായ അന്തരീക്ഷം തന്നെയായിരുന്നു തുടക്കത്തിൽ. പക്ഷേ വിജയ് രാധാകൃഷ്ണൻ ചാർജ് എടുത്തതോടുകൂടി അവിടെ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറാൻ തുടങ്ങി. അജ്ഞാതമായ 3 മൃതദേഹങ്ങൾ വരുന്നു. ഒരു സൊസൈറ്റിയെ അവിടുത്തെ ലോക്കറിൽ നിന്നും അവിടുത്തെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം ചെയ്തത് ആരാണ്? അതാണ് അന്വേഷണം. സസ്പെൻസ് നിറഞ്ഞ ഒരു സിനിമ തന്നെയാണ് മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം എന്ന ഈ സിനിമ. നമ്മൾ സസ്പെൻസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് ദൃശ്യം 3, ദൃശ്യം 1, അതുപോലെ വേറെയും സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ആകാംക്ഷയെ കൊരുത്ത് കൊണ്ടുപോയി അവനെ ഏകാഗ്രചിത്തനാക്കി അവസാനം കാര്യം പറയുന്ന ഒന്നാണ് ഈ പറയുന്ന സസ്പെൻസ് ത്രില്ലർ സിനിമകളുടെ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ രചനകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെയും അതുതന്നെയാണ് അനുവർത്തിച്ചിരിക്കുന്നത്. ആ രീതി തന്നെയാണ് അനുവർത്തിച്ചിരിക്കുന്നത്. ഇയാൾ വന്നതിന് ശേഷമാണ് 3 കൊലപാതകം, 3 ഡെഡ് ബോഡികൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫിനാൻസ് കമ്പനി കൊള്ളയടിക്കപ്പെടുന്നു. ആ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഓരോരോ ഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ രസകരമായിട്ട് തന്നെയാണ് സംവിധായകൻ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. രസകരമായി തന്നെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. രസം എന്ന് പറയുമ്പോൾ അത് ഭീവത്സതയും ഭീതിയും ഒക്കെ ഒരു രസം തന്നെയാണല്ലോ. നവരസങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. അതാണ് രസകരം എന്ന് പറഞ്ഞത്. രസം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഭീവത്സതയുടെ ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. PM ഉണ്ണികൃഷ്ണൻ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച PM ഉണ്ണികൃഷ്ണൻ അതിനൊരുപാട് സംഭാവനകളും നൽകിയിട്ടുണ്ട്. സംഗീതം മാത്രമായിരുന്നു ഈ സിനിമയിൽ നമുക്ക് വേണ്ട
രീതിയിൽ ഉപയോഗിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്ന ഒരു ഘടകം സംഗീതം. ഈ സിനിമയുടെ സംഗീതം മാത്രമായിരുന്നു അതിനൊരു അപവാദം. സംഗീതം ടേപ്പ് റെക്കോർഡറിൻ്റെ സ്വിച്ച് ഇട്ട് കേൾപ്പിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് നമുക്ക് തോന്നിയത്. ഇവിടെ ഈ പോലീസുകാർ 3 പേരും ഒരു കുറുപ്പ്, കൃഷ്ണൻ കുറുപ്പ്, അതായത് കൃഷ്ണേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾ, ശോഭി തിലകനാണ് കൃഷ്ണേട്ടനായിട്ട് വരുന്നത്. പിന്നെ ബാലനായിട്ട് വരുന്നു കോട്ടയം സുധീർ, ബാലനായിട്ടാണ് വരുന്നത്. ബാലൻ CPO. ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ രമ്യ, കൃഷ്ണപ്രിയയാണ് രമ്യ. ഫാത്തിമയാണ് വിദ്യയാകുന്നത്, കരാട്ടയൊക്കെ അറിയാവുന്ന വിദ്യ, കരാട്ടക്കാരിയാണ് വിദ്യ. ഇവിടെ അവസാനം ഇത് ചെന്നെത്തുന്നത് ഇവരിലേക്ക് തന്നെയാണ്, ഈ പോലീസുകാരിലേക്ക്. പോയി കുറ്റകൃത്യം ചെയ്തത് പോലീസുകാരാണ് എന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. അത് വെറുതെ അങ്ങനെ അങ്ങോട്ട് വന്ന് നിർത്തുകയല്ല ചെയ്യുന്നത്. പകരം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാല, ഒരു മൃതദേഹം കാണുന്ന സമയത്ത് അതിൻ്റെ അടുത്തുനിന്ന് ലഭിക്കുന്ന മാല, ആ മാല ഒരു ലേഡിയാണ് പണയം വെക്കാൻ കൊണ്ട് ചെല്ലുന്നത് എന്നറിയുന്നു. അവരുടെ മൊബൈലിലെ റിംഗ് ടോൺ ഒരു ചെണ്ട കൊട്ടുന്ന രീതിയിലായിരുന്നു. പിന്നെ ആ രീതിയിലായി അന്വേഷണം പോകുന്നത്. അവരൊരു മരുന്ന് വാങ്ങിച്ചിരുന്നു, അതെന്തിനുള്ള മരുന്നാണ്, ആരാണ് വാങ്ങിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊരുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആകാംക്ഷയും അതോടൊപ്പം തന്നെ കൊരുത്ത് ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് സംവിധായകനും തിരക്കഥാകൃത്തുക്കളും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ശോഭി തിലകനെ നമുക്കറിയാം. ശോഭി തിലകൻ നല്ലൊരു അഭിനേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങളൊന്നും, വരത്തനിൽ കിട്ടിയ കഥാപാത്രത്തിനോട് തുല്യമായ കഥാപാത്രമാണ് ഇവിടെ കൃഷ്ണേട്ടൻ എന്ന കൃഷ്ണക്കുറുപ്പ്, CPO. ആ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് 2 പോലീസുകാരെ ആയിട്ടാണ് ആദ്യം കാണിക്കുന്നത്. ആ ഒരു പോലീസുകാരൻ്റെ വൈഫിൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ടോൺ ആണ് ചെണ്ട ശബ്ദം എന്നുള്ളത് വിജയ് രാധാകൃഷ്ണൻ കണ്ടുപിടിക്കുന്നു. അയാൾക്കത് മനസ്സിലാവുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റ് പോലീസുകാരും ഓരോരുത്തരായിട്ട്, അതാണ് അതിൻ്റെ രസം, ഓരോരുത്തരായിട്ട് ഇയാളെ എതിർക്കുന്നു. അങ്ങനെ എല്ലാവരും, 2 പോലീസുകാർ ഒഴികെ ബാക്കി എല്ലാവരും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് എന്ന് മനസ്സിലാക്കുകയും ഇയാളെ കൂടി ഈ വിജയ് രാധാകൃഷ്ണനെ കൂടി വകവരുത്താൻ മറ്റു പോലീസുകാർ, കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള പോലീസുകാർ ശ്രമിക്കുകയും അത് ഫൈറ്റ് ചെയ്ത് അവരെ അടിച്ച് നിലം പരിശാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന വിജയ് രാധാകൃഷ്ണൻ. അങ്ങനെ അറിഞ്ഞു വന്ന മറ്റ് സബ് ഇൻസ്പെക്ടറും DYSPയും എല്ലാം ചേർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതോടുകൂടി സിനിമ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ആകാംക്ഷയെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഒരിടത്തും ഒരു നിർത്തില്ല. നമുക്ക് ഒരു അരോചകതയും ഒരു സ്ഥലത്തും തോന്നുന്നില്ല. ഈ ഒരാൾ ഡെഡ് ബോഡിയും ചോർന്നുകൊണ്ട് പോകുന്നതായിട്ട് കണ്ടു എന്ന് പോലീസിലേക്ക് വിളിച്ചറിയിക്കുക. പോലീസുകാരി ഇതിനകത്ത് കൂട്ടു നിൽക്കുന്ന ആളാണല്ലോ. ആ പോലീസുകാരി SI വിജയെ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരുന്നു. അങ്ങനെയാണ് ഈ പോലീസുകാരാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം അവർക്കെതിരെയുള്ള ആക്ഷൻ എടുക്കാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഇവർ ആക്രമിക്കുന്നത്. ഇവരെല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നത്. അവസാനം ഇവരെല്ലാവരെയും അടിച്ച് നിലം പരിശാക്കിയതിന് ശേഷം നായകൻ ജയിക്കണമല്ലോ. നായകൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പണ്ട് മുതലേ അങ്ങനെയാണ്, നായകൻ മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്.
ഇനി നായകൻ മരിക്കുന്ന അപൂർവ ചില സിനിമകളും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ സതയം MT വാസുദേവൻ നായർ സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായിട്ട് എത്തിയ സതയത്തിൽ മോഹൻലാലിനെ അവസാനം തൂക്കിക്കൊല്ലുകയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അവസാനം തൂക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള പല സിനിമകളിലും ചില സിനിമകളിലൊക്കെ ഇങ്ങനെ നായകൻ തകരുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് മലയാള സിനിമയിൽ എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. എല്ലാ സിനിമകളുടെയും കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ഇതും. ഇപ്പോൾ ദൃശ്യം 3യും ദൃശ്യം 1ഉം ഒക്കെ വന്നതുപോലെ തന്നെയാണ് ഇതും. ആകാംക്ഷാഭരിതമായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്, ആ കഥാപരിസരത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, ആ കഥയിലേക്ക് നമ്മളെ വലിച്ച് ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സിനിമ സംഭവം എന്ന സിനിമയാണ്. സംഭവം എന്ന സിനിമയും ഇതുപോലെ തന്നെ നമ്മളെ ആകാംക്ഷഭരിതരാക്കി ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ആ സിനിമയും മുന്നോട്ട് പോവുകയും പര്യവസാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ആകാംക്ഷ വേണം. മനുഷ്യൻ്റെ ഏകാഗ്രതയെ ആസ്വാദകൻ്റെ ഏകാഗ്രതയെ ഉണർത്തണം. കോൺസെൻട്രേഷൻ. എന്തിനാണ് ധ്യാനിക്കുന്നത്? ഏകാഗ്രത ലഭിക്കാനാണ് ധ്യാനിക്കുന്നത്. ഏകാഗ്രത ലഭിച്ചതുകൊണ്ട് എന്താണ് ഗുണം? അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. മനസ്സിൻ്റെ ആ കല്ലോലങ്ങളെ അല്ലെങ്കിൽ ആ തിരമാലകളെ ശാന്തമാക്കി, കടൽ ശാന്തമാകുന്നതുപോലെ ശാന്തമാക്കി നിർത്താനായിട്ട് ഏകാഗ്രതയ്ക്ക് സാധിക്കും. എല്ലാ സിനിമകളും ഏകാഗ്രത നൽകണം. ഇപ്പോൾ ഇത്തരത്തിലുള്ള സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും ഏകാഗ്രത നൽകണം. അപ്പോഴാണ് ആ സിനിമ വിജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ നോക്കുക. മണിച്ചിത്രത്താഴിൽ ഓരോ നിമിഷവും നമ്മളെ ഓരോ രീതിയിലും ഹാസ്യമായാലും പാട്ടായാലും എങ്ങനെയൊക്കെ ആയാലും നമ്മളെ ആ ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് മണിച്ചിത്രത്താഴ്, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ സിനിമകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഇവിടെയും സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ താരബാഹുല്യമില്ലാത്തത് കൊണ്ടാകാം. പക്ഷെ തിയേറ്ററിൽ ഈ സിനിമ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ OTTയിൽ കണ്ടതാണ് ഈ സിനിമ. ആകാംക്ഷ നൽകുന്ന ആകാംക്ഷഭരിതമായ ഒരു സിനിമ തന്നെയാണ് ദൃഢം. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം.